ശ്രീ ജോ ജോസഫ്, വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശികളെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ തന്നെയുണ്ട് എന്നാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആ ശൃംഖലയുടെ കണ്ണികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. ഇതുവഴി 1000-ലധികം നുഴഞ്ഞു കയറ്റക്കാർ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. എങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങും ജോ ജോസഫ് സാറേ? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാരമായിട്ട് തള്ളാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥാവസ്ഥ നമ്മൾ നോക്കിക്കോണം. ഇന്ത്യയുടെ ഭാഗമായിരുന്നു പണ്ട്, ബംഗാളിൻ്റെ ഭാഗമാണ് പണ്ട്. അതുപോലെ ബംഗാളി ഭാഷയാണ് ഭൂരിപക്ഷം ആൾക്കാർ അവിടെ സംസാരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയിൽ തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ ആശങ്കയോടെയാണ് നോക്കുന്നത്. കാരണം അവിടുത്തെ ജനസംഖ്യയിലെ ഏകദേശം 8% 13-14 ലക്ഷം ഹിന്ദുക്കളാണ്. അത് നമ്മൾ നോക്കണം. ബംഗ്ലാദേശെന്ന് നമ്മൾ പറയുമെങ്കിലും ഏകദേശം 8-9% ഹിന്ദുക്കളാണ്. അതിലൊരു സ്വാമി ഇപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് വക്കീൽ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഈ അടുത്ത പ്രശ്നം ഷെയ്ഖ് ഹസീന, അതെ, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇഷ്യൂ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പോന്നു. ഇന്ത്യയോട് കൂറ് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞയായിരുന്നു. മുജീബ് റഹ്മാൻ്റെ മകളാണ്. അവിടെ മുജീബ് റഹ്മാനെയൊക്കെ അവസാന കാലം നമുക്കറിയാം, അദ്ദേഹത്തിനെ അവിടെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പം ബംഗാളിലെ അരക്ഷിതാവസ്ഥ, അവിടുത്തെ തീവ്രവാദികളായ തീവ്രവാദികൾ കുറേ ഹിന്ദുക്കൾ, തീവ്രവാദികളായ കുറേ മുസ്ലിം ആൾക്കാർ ഹിന്ദുക്കളെ വളരെ അധികം അവിടെ ഹിന്ദുക്കളെ ഞാൻ പറയുന്നത് ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചാണ്, അവിടെ അധികം ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ വസ്തുക്കൾ കൈയേറുകയും ചെയ്യുന്നുണ്ട്. കാരണം അൽ ജസീറയുടെ ഒരു കേന്ദ്രമാണ് ബംഗ്ലാദേശ്. അത് നമ്മൾ മറക്കരുത്, അൽ ജസീറ. കാരണം അത് ഇന്ത്യയിലോട്ട് ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ധാരാളം പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ബംഗാളിലെ ആൾ ബംഗാളി എന്നാണ് നമ്മൾ പറയുന്നെങ്കിലും ബംഗ്ലാദേശിലെ ധാരാളം ആൾക്കാർ അതിർത്തി കടന്ന് പോരുന്നുണ്ട്. കാരണം അവിടുത്തെ അരക്ഷിതാവസ്ഥ കാരണം അവിടെ ഇന്ത്യയോട് കൂറുള്ളവരും അങ്ങനെ അല്ലാത്തവരും ഒക്കെ അവിടുന്ന് വരുന്നുണ്ട്. അതേ സമയത്ത് അൽ ജസീറയുടെ അവിടുത്തെ ഫ്രാക്ഷൻ്റെ പല ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ ബംഗാളിലെ അൽ ഖ്വയ്ദയായിരിക്കുമല്ലേ? അൽ ജസീറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അൽ ഖ്വയ്ദയുടെ വിങ് ഉണ്ടെങ്കിലും അൽ ജസീറ കുറച്ച് സ്ട്രോങ് ആണെന്നാണ്. അത് വേറെ അടുത്തല്ല, ഇവിടാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം. അതുതന്നെ ഇന്ത്യ വളരെ ആശങ്കയോടെയാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ് കാണുന്നത്. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജയശങ്കറും അതുപോലെ നമ്മുടെ ബുദ്ധി കേന്ദ്രമായ ഒരാളും നമ്മുടെ കേരള കേഡറിലുള്ള IAS കാരനും അവരാ ത്രിമൂർത്തികളുടെ പ്രവർത്തനം കൊണ്ടാണ് വലിയ പ്രശ്നം ഉണ്ടാകാതെ ഇന്ത്യ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ അവിടെ അഭയം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ആസാമിൽ നിന്ന് വരുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി, അത് നമ്മുടെ നേപ്പാളിൻ്റെ അല്ലെങ്കിൽ ഭൂട്ടാൻ അടിവശത്തൂടെ വന്ന് ബംഗാളിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ബംഗ്ലാദേശിൽ പ്രവേശിച്ചിട്ട് ബംഗ്ലാദേശിനെ ആ മഹാനദി 4 ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ 2 ഏരിയ കൽക്കട്ട, ഒരു ഏരിയ അത് തിരിക്കുന്ന ഒരു കഷ്ണം കൽക്കട്ടയോട് ചേർന്നു അതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഭാഗത്തുമാണ് കിടക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ ബർമയുടെ മുകളിലുള്ള അവിടുത്തെ ബുദ്ധമത സന്യാസികളുടെ സംഘടന ബർമയുടെ അതുപോലെ ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബർമയുടെ ഏകദേശം ഒരു 8/1 ഏരിയ അവരുടെ കയ്യിലാണ്. അവർ പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് അപകടമാണ്. കാരണം അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും ഇന്ത്യയുടെ അതിർത്തി വരുന്നത് നമുക്ക് അപകടം. നമ്മുടെ ആ ഏരിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള മണിപ്പൂർ, ബീഹാർ, നാഗാലാൻഡ് അങ്ങനെയുള്ള നമ്മുടെ ചെറിയ സ്റ്റേറ്റുകൾ അവിടെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഏകദേശം അതിർത്തി ഇതുവരെ കൃത്യമായിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൾക്കാരെല്ലാം ബംഗാൾ വഴി പതുക്കെ ഇന്ത്യയിലേക്ക് കയറിയാണ്.
അത് നമുക്ക് ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. ബംഗ്ലാദേശ് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് 4 കഷ്ണമായിട്ട് പോകും ഭാവിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതാണ് കാരണം അത് ബ്രഹ്മപുത്ര നദി അതിനെ 4 അതിൻ്റെ നടുക്കൂടെ ഡാക്ക വഴി ഒഴുകിയിട്ട് 4 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടുത്തെ അരക്ഷിതാവസ്ഥ ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. അത് ഇന്ത്യ ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് നമ്മൾ അവിടെ ഇടപെട്ടിട്ടാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടുവന്ന് നമ്മൾ മറക്കരുത്. കാരണം അത് ഇന്ത്യയുടെ ഒരു ആവശ്യമായിരുന്നു, നമുക്കൊരു ത്രെട്ട് തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടം കിടക്കുന്ന ചെറിയ ചെറിയ രാഷ്ട്രങ്ങളുണ്ട്. കാരണം ചിലർ നമ്മളോട് മമതയും ചൈനയോട് കൂടുതൽ കൂറും പുലർത്തുന്നത് ചിലരൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഡിവിഷൻ, ഇപ്പോഴത്തെ ഈ കലുഷിതമായ അന്തരീക്ഷം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ത്രെട്ടാണ്. അതുകൊണ്ട് ഇന്ത്യ എന്തെങ്കിലും ബുദ്ധിപരമായി അവിടെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ത്രിമൂർത്തികളുടെ കാര്യം എടുത്തു പറഞ്ഞത്. അതിനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. കാരണം നമ്മളെ ഈ ഇന്ത്യക്കാർക്ക് എന്താണ് വിദേശ ശക്തികളുടെ അക്രമവും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടുമില്ല. അത് അനുഭവിക്കുന്ന കാശ്മീർകാർ ആ ബോർഡറിൽ അനുഭവിക്കുന്നുണ്ട്, പഞ്ചാബിൻ്റെ രാജസ്ഥാൻ്റെയും അതിർത്തിയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള ചില സ്ഥലത്തും നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേരളത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഓൾ ഇന്ത്യയിൽ മൊത്തം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു ലക്ഷണമല്ല. ബംഗ്ലാദേശ് തീർച്ചയായിട്ടും ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് നല്ലതല്ല. നമ്മൾ പണ്ട് ബംഗ്ലാദേശിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മളത് പിടിച്ചെടുത്തിട്ട് അവർക്ക് തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വിട്ടുകൊടുത്തത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പം വരുന്നത്. അതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടുന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്നുണ്ട്. കേരളത്തിൽ വരെ വന്നു കഴിഞ്ഞിരിക്കുന്നു. 2-3 പേരെ നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങും കേരളത്തിലുള്ളവരും വളരെ സൂക്ഷ്മത വേണം. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ കടത്തിയേ പറ്റൂ.